ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ലളിതമായ ഒരു ഭക്ഷണമാണ് നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഒരു ചോറും ഒരു മോര് കാച്ചിയതും ഒരു ചെറുപയർ തോരനും ഒരു വറ്റൽമുളകിൻ്റെ ഒരു ചമ്മന്തിയും മുട്ട വറുത്തതുമാണ് ഇന്ന് മമ്മി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോയമ്പ് കാലമൊക്കെ ആയത് കാരണം നമ്മളിപ്പോൾ മീനും ഇറച്ചിയൊക്കെ കുറച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ 19-ാം തീയതി. അപ്പോൾ ഇതെല്ലാം പിന്നെ ഒരുപാട് സഹോദരങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആണ്ടാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ അവരെല്ലാവരും കാണുന്നതല്ലേ, അപ്പോൾ നമുക്ക് ചെറിയൊരു വീഡിയോ ഇട്ട് ഇന്നെല്ലാവരെയും കാണിക്കാം. അപ്പം ആ ക്യാമറമാൻ വന്ന് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ വന്നൊന്ന് വീഡിയോയിലൊന്ന് പകർത്തി തരിക. ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് വറ്റൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, താളിക്കാനായിട്ട് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കരിയാപ്പല എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ മുളക് ചമ്മന്തിക്കുള്ള പുളി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മുട്ട ഞാൻ 2 പൊട്ടിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ ചെറുപയർ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ ഞാൻ ചതച്ച് കൂട്ടി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ മോരിനുള്ള സാധനങ്ങൾ ഞാൻ ചതച്ച് കൂട്ടി വെച്ചിരിക്കുന്നു. അപ്പം ഇത്രയും പരിപാടിയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കടുക്, നമ്മുടെ ഉലുവ, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ പാചകം ചെയ്യുന്ന വിധമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. കത്തിച്ചിട്ടുണ്ട്. ഞാൻ ചട്ടി അടപ്പേ വെക്കാൻ പോകുന്നത്. ആദ്യം പയർ തോരനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പയറിനുള്ള പാത്രം ഞാൻ അടപ്പ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. പയറിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒന്ന് പഴുക്കട്ടെ. അപ്പോൾ നമുക്കിതേ കുറച്ച് കടുക്, എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കടുകെല്ലാം ഒന്ന് പൊട്ടട്ടെ. ഞാൻ കുറച്ച് കരിയാപ്പില ഇതിൻ്റെ അകത്തോട്ട് ഇടുക. അത് ഇതായി വരുന്ന നേരത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പയർ തോരൻ വെക്കാനുള്ള അരപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പിന്നെ ഒന്ന് പച്ചപ്പ് മാറുന്നവരെ നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാതെ എൻ്റെ പച്ചയൊന്ന് മാറട്ടെ. നമ്മൾ പയറൊക്കെ വേവിച്ച് വെച്ചിരിക്കുവാണ്. നമ്മൾ ഒന്നിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അത് കാരണം ഞാൻ ഈ അരപ്പിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർക്കുവാണേ. നമ്മൾ പയർ വേവിച്ചതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടാതെയാണ് ഞാൻ വേവിച്ചത്. ഇനി പയർ വെന്തില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറാനായിട്ട് പയർ തോരൻ റയാന് ഭയങ്കര ഇഷ്ടമാണ്. പയർ തോരനും കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മെഴുക്ക് പുരട്ടി അത്ര ഇഷ്ടമല്ല. അത് കാരണം ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ വഴക്കാം. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിൻ്റെ അകത്തോട്ട് കുടഞ്ഞു കൊടുക്കാം. തുള്ളി പോലും വെള്ളമില്ലായിരുന്നു. എന്തായാലും കറക്റ്റ് ആണ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ അത്ര വലിയ ഇതായിട്ട് എടുത്തതല്ല, പക്ഷേ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. നല്ല പാകത്തിനുള്ള വെള്ളമായിരുന്നു. പയറിന് ഒരുപാട് വെള്ളമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനെ എല്ലാത്തിനെയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഒന്ന് നല്ല പയറായിരുന്നു, നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചൂട് കാലത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ്റെ അകത്തോട്ടും അതിലോട്ടൊക്കെ പോകുന്നേക്കാളൊക്കെ നല്ലത് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഈ നോയമ്പ് എടുക്കുന്നത് തന്നെ ഈ 50 നോയമ്പ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു വർഷത്തേക്കുള്ള നമ്മുടെ കുറച്ച് പെടാനൊക്കെ കൂടിയാണ്. ദൈവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാഴ്ച വെക്കുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. തമ്പുരാന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നു. തമ്പുരാൻ നമുക്ക് നിർബന്ധമായിട്ടൊന്നും വന്നിട്ടില്ല. തമ്പുരാൻ നമുക്ക് വേണ്ടിയിട്ട് 40 ദിവസം ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുരിശിൽ കയറി മരിച്ച്. ആ ഓർമ്മയാണ് നമ്മൾ ഈ ദുഃഖാഴ്ചയിലൊക്കെ നമ്മൾ ആചരിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ജീവൻ കളഞ്ഞതാണ് നമ്മുടെ യേശു തമ്പുരാൻ. അതുപോലെ തന്നെ എല്ലാ മതത്തിലും ഉണ്ട്. അല്ലാതെ ക്രിസ്ത്യൻ മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലും ഇതുപോലെ ത്യാഗവും പീഡനങ്ങളൊക്കെ അനുഭവിച്ചതാണ് എല്ലാവരും. നമുക്കിപ്പോൾ ജാതിയൊന്നും പറയാൻ വയ്യാത്ത കാലമാണ്. അപ്പോൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുക, അതാണ് ഇന്നത്തെ കാലം. എല്ലാവരും സഹോദരി സഹോദരന്മാർ. അപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് പിന്നെ ഒന്ന് മൂടി വെക്കാവേ. 5 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ഇളക്കി കൂട്ടി അതിൻ്റെ പണി തീർന്ന് അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ചെറുപയറിൻ്റെ പരിപാടി കഴിഞ്ഞു. നമുക്ക് പിന്നെ തുറന്നു നോക്കാം. 5 മിനിറ്റ് ഏകദേശം വിയർപ്പൊക്കെ തങ്ങി ഏകദേശം റെഡിയായിരിക്കുന്നു.
റെഡിയായി. കറി പരിപ്പ് തോരൻ റെഡി. പരിപ്പ് തോരൻ, ചെറുപയർ തോരൻ റെഡിയായി. എന്തുവാ ഇത് ഇതിന്റെ കൂടെ അരച്ചത്? കുറച്ച് ചുമന്നുള്ളി എടുത്തു മമ്മി, ഒരു 5-8-10 ചുമന്നുള്ളി എടുത്ത് 2-3 കഷ്ണം വെളുത്തുള്ളി എടുത്ത് തേങ്ങായും മഞ്ഞളും പച്ചമുളകും കൂടി ചതച്ച് വെച്ചിരുന്നതാണ്. അത് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചില്ലായിരുന്നു, ചതച്ച് ഞാൻ നേരത്തെ തന്നെ വെച്ചിരിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്തെ ഉപ്പുണ്ടാകുന്നൊന്നും നമ്മൾ നോക്കിയില്ലല്ലോ, നമുക്ക് അല്പം ഉപ്പുണ്ടാകുന്നൊന്ന് നോക്കാം. എല്ലാം കറക്റ്റ് പാകത്തിൽ. നമുക്ക് ഇതിന്റെ പരിപാടി കഴിഞ്ഞേ. ചെറുപയർ തോരൻ കഴിഞ്ഞു. നമുക്ക് ഇവനെ അങ്ങോട്ട് അടുത്ത നമ്മൾ മോര് കാച്ചാൻ പോവുകയാണേ. ഒരു മോര് കാച്ച്, സിമ്പിൾ മോര് കാച്ചിലാണ് ഞാൻ നടത്തുന്നത്. ഒരുപാട് പരിപാടികളൊന്നുമില്ല. അതിന് സ്റ്റൗ കത്തിക്കുന്നു. കട്ടയെല്ലാം കളഞ്ഞ് ഞാൻ ജാറിൻ്റെ അകത്തിട്ട് അടിച്ച് തുള്ളി പോലും കട്ടയില്ലാതെ ഞാൻ അതിനെ പാകത്തിന് എടുത്ത് വെച്ചിരിക്കുവാണ്. ഇനി ചൂടായ പാത്രത്തിൻ്റെ അകത്തോട്ട് ഞാൻ ഈ തൈരിനെ ഒഴിക്കുവാണേ. ഇടുന്നതൊക്കെ ലാസ്റ്റാണ്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾ പൊടി, കളറില്ല, ഇടയ്ക്കതൊന്ന് ഉടയാനായിട്ട് കിടപ്പുണ്ട്. ഇത് സിമ്പിൾ മോര് കാച്ചലാണ്, അല്ലാതെ ഇത് ഭയങ്കര കുറേ സമയം എടുത്ത് കാച്ചുന്നതല്ല. ഞാൻ ഇന്നെല്ലാം സിമ്പിൾ പരിപാടിയാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണേലും കാച്ചാം. അരച്ചൊക്കെ ചേർത്ത് കാച്ചുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് നമ്മൾ തൈര് മാത്രം, ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെ ഒരു ചേരുവകളും ചേർക്കുന്നില്ല, തേങ്ങയൊന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് തൈര് മാത്രം ചേർത്തിട്ട് ഉള്ള പരിപാടിയാണ്. തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം നമുക്ക് തൈര് മാത്രം വീട്ടിൽ ഉറയൊഴിച്ച് വെച്ചിട്ട് നമുക്കത് മിക്സിയിൽ ജാറിൻ്റെ അകത്തിട്ടൊന്ന് അടിച്ച് എടുത്തേച്ച് നമ്മൾ ഇതുപോലെ തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് കാച്ചാൻ പറ്റും. ഇത്തിരി മഞ്ഞൾ പോരെന്ന് കണ്ട കാരണം ഞാനത് വേറൊരു പാത്രത്തിലോട്ട് ഇത്തിരി മഞ്ഞൾ കലക്കി ഞാൻ ഇതിൻ്റെ അകത്തോട്ട് പാകത്തിന് ചേർത്ത്. ഇനി ഇത് ചൂടായി വന്നാലേ ഇതിൻ്റെ കറക്റ്റ് കളർ വരത്തുള്ളൂ. ഈ മഞ്ഞളൊന്ന് കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണേ. ഇത്രയും മഞ്ഞൾ കളർ മതിയാ? അത് എനിക്ക് ഇത്തിരി കൂടി മഞ്ഞൾ കളർ വേണം. വീഡിയോയിൽ എങ്ങനെയുണ്ട്? മഞ്ഞൾ വേണമെങ്കിൽ ഇത്തിരി കൂടി ആഡ് ചെയ്യാം. ഇതിന് മോര് കാച്ചിയത് നല്ല മഞ്ഞ കളറിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അവൻ്റെ ആഗ്രഹം അനുസരിച്ച് ഇത്തിരി കൂടി മഞ്ഞൾ ചേർക്കാം. അത് ചൂടായി വരുന്നതോറും ആ മഞ്ഞൾ അവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കും. കുളമൊന്നുമില്ല ഇത്. അതെന്ത് വർത്താനമാണ് ഇത്രയും വീഡിയോ ചെയ്ത് ഈ കാണാവുന്ന ജനങ്ങൾക്ക് മുഴുക്ക ഇഷ്ടപ്പെട്ട് നിനക്ക് എന്നിട്ടും കുളമാവുകയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് വളരെ മോശമായി പോയല്ലേ. അത് എൻ്റെ ക്യാമറമാനോടും ഞാൻ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കേണ്ടത്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് സന്തോഷമായ. അത് ചൂടാവുമ്പോഴാണ് കളർ ഉണ്ടാകുന്നത്. മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചൂടാവുമ്പോഴാണ് അതിന് കളർ വരുന്നത്. ഇനി ഇതിനെ കൈയെടുക്കാതെ ഇങ്ങനെ തിളപ്പിക്കാൻ പാടില്ല. നമ്മൾ തിളപ്പിക്കാതെ ഇങ്ങനെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ വരുന്നെന്ന് കാണുമ്പോൾ ഇത് ചൂടായിട്ടുണ്ടേ. ഇതിനെ തിളപ്പിക്കാൻ പാടില്ല. ഇത് ചൂടായിട്ടുണ്ട്. അത് നമ്മൾ ചൂടായതിനെ നമ്മൾ മാറ്റി വെക്കുക. ഇങ്ങോട്ട് ഇവിടെ മാറ്റി വെച്ച് നമുക്ക് കുറച്ച് തേങ്ങ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് അരച്ച് ചേർക്കാം. നമുക്ക് ഇത്തിരി കൂടിയൊക്കെ ഇത് നമ്മളൊരു ചെറിയ പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ ഒന്നും ഇതിൻ്റെ അകത്തോട്ട് അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കടുക് പൊട്ടിച്ച് നമ്മൾ എടുത്തേച്ചാൽ മതി. ചൂടായ സാധനം ഞാൻ താഴത്തോട്ട് ഇറക്കി മാറ്റി വെച്ച്. തിളപ്പിക്കാൻ പാടില്ല, ചൂടാകാനേ പാടുള്ളൂ. ഇനി ഇതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പാത്രം വെച്ച് ഇതിൻ്റെ ഒത്തോട്ട് നമുക്ക് കടുകിടാം. കടുക് ഇതിനകത്തോട്ട് നമുക്ക് ഉലുവായും ചേർത്ത് കൊടുക്കാം. ഇന്ന് നോയമ്പും മരണവും ഒക്കെ ആയത് കാരണം കഥകളൊക്കെ കുറച്ച് ലോലമായി പോയി. പിന്നെ എനിക്ക് കഥ പറയാനുണ്ട്. പിന്നെ ഞാൻ നോയമ്പ് കാലമല്ലേ നമ്മുടെ ഉള്ളിയിട്ട് ചുമന്നുള്ളി ഇട്ട് അതിൻ്റെ അകത്തോട്ട് ഇനി ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. നമ്മൾ മോരിൻ്റെ അകത്ത് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ചേരുവകളൊക്കെ ഇതിൻ്റെ അകത്ത് ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിൻ്റെ അകത്തോട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം അവനെ ഒന്ന്
മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മൂക്കട്ടെ. ഇപ്പോഴാണ് മോരിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും ഗുണങ്ങളൊക്കെ വരാൻ പോകുന്നത്. മറ്റത് നമ്മൾ വെറുതെ തൈര് മാത്രം ചൂടാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുവാണ്. ഇതിൻ്റെ ചേരുവകളെല്ലാം ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവരെല്ലാവരും നല്ലപോലെ മൂത്ത് റെഡിയാകട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി ഉണക്കമുളക് പൊട്ടിച്ചത് അതും അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും കൂടി അങ്ങനെ ചേരട്ടെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉലുവ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, വറ്റൽമുളക് എല്ലാം മൂക്കുന്നതിൻ്റെതായിട്ടുള്ള നല്ല മണവും സ്മെല്ലും മമ്മീനെ ഇവിടെ കൊതിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ മമ്മി കഴിഞ്ഞ വെള്ളിയാഴ്ച 10-14 പള്ളികളിൽ കയറി ഇറങ്ങി വന്ന ക്ഷീണത്തിൽ നിൽക്കുവാണ്. അതാണ് കുറച്ച് എനർജിയൊക്കെ കുറവ്, ശരീരത്തിനൊക്കെ നല്ല നീർക്കെട്ടലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചങ്ങനാശ്ശേരി വഴി പോയി അൽഫോൻസാമ്മ, മണറുകാട്, അങ്ങനെ ഉണ്ണീശോടെ പള്ളി, പാലാപ്പള്ളി, അങ്ങനെ പള്ളികളിലെല്ലാം പോയി. ലാസ്റ്റ് ഞങ്ങൾ ഇടുക്കി പള്ളിയിൽ പോയി. അവിടെ മാതാവ് പ്രതിഷ്ഠപ്പെട്ട ഒരു പള്ളിയായിരുന്നു. പള്ളിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി, ഇതുവരെ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിൽ പോയി. മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയിൽ ഞങ്ങൾ ചെന്ന് ഒരുപാട് നേർച്ചകളും കാഴ്ചകളൊക്കെ വെച്ച് ഞങ്ങൾ അവിടുന്ന് തിരിച്ചൊക്കെ വന്ന് 49 പേരുണ്ടായിരുന്നു. ഈ 49 പേരിൽ വണ്ടിയുടെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുന്നു. ബോയ്സ് ആണല്ലോ കേട്ടോ, ഗേൾസ് ഒന്നും ഇല്ലായിരുന്നു. അയ്യോ മേൽക്കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് ഞാൻ പറഞ്ഞു മേൽക്കുട്ടീനെ ഓർമ്മയുണ്ടല്ലോ, പിന്നെ മേൽക്കുട്ടിയെ ഞങ്ങൾ ഓർക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പഴയ കഥകളൊക്കെ പറഞ്ഞ് പിന്നെ അവരുമായിട്ട് ഞാനൊന്ന് എൻജോയ് ചെയ്ത് അവർക്ക് എൻ്റെ പഴയ കഥകളൊക്കെ പറഞ്ഞ് അവരുടെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ വറ നാളിച്ചത് ഇവിടെ മൂത്തിരിക്കുന്നു. നമ്മളിതേ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാൻ പോകുന്നതാണ് ഞാനിനി കാണിക്കാൻ പോകുന്നത്. വറയെല്ലാം മൂത്ത്. ഇനി മക്കളെ നമ്മൾ വറയെല്ലാം മൂത്തത് ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണേ. എല്ലാം നല്ല സൂപ്പറായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ വറയൊക്കെ പൊട്ടിച്ച് നമ്മുടെ മോര് കാച്ചിയത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ഭംഗി കാണാൻ. വറയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ മോര് കാച്ചിയതിനെ കാണാൻ നേരത്തെ നമ്മൾ കണ്ടതുപോലെയാണ്. അപ്പോൾ സിമ്പിൾ, ഇതുപോലെ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മോര് കാച്ചലാണ് ഞാൻ കാണിച്ചത്. ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. ഇനി അവന് ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കിയേക്കട്ടെ. എല്ലാം കറക്റ്റ്. അപ്പോൾ നമ്മുടെ പയർതോരൻ, മോര് കാച്ചിയത്, ഇത് രണ്ടും റെഡിയായി. ഇനി അടുത്ത മമ്മി മൂന്നാമത്തെ കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുളക് ചമ്മന്തിയാണ്. അപ്പോൾ അതിനുള്ള ഇത് മമ്മി കാണിച്ചു തരാം. ചട്ടി അടപ്പേ വെച്ച്, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക്, ഈ ഉള്ളി ഇതൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി എണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, അല്പം മുളകൊന്ന്. ഇത് ചമ്മന്തിയാ, എന്നുവെച്ചാൽ തോരനും മോര് കാച്ചിയും ചമ്മന്തിയും മുട്ട വറുത്തതാണ് മമ്മിയുടെ ഇന്നത്തെ സ്പെഷ്യൽ കറി. അപ്പോൾ അതിനുള്ള മുളക് ചമ്മന്തി അരക്കാനാണ് ഇനി ഞാൻ അടുത്തതായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയ കഥകളൊക്കെ ഞാൻ പറഞ്ഞില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ട് വർഷങ്ങൾക്ക് ശേഷം ആണ് ഞങ്ങൾ കണ്ടത്. അന്ന് പഠിച്ച കാലങ്ങളിൽ പോയിട്ട് പിന്നെ അന്ന് ഇങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ ഞാൻ ഓർക്കുക സന്തോഷമായി. പണ്ട് പഠിച്ചപ്പോൾ ഇത്രയുള്ള പിള്ളേരൊക്കെ ഇത്രയും വലുതായി 10-60 വയസ്സ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ കാണുന്നത് അന്നേരം ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് കൊച്ചിലെ ഉള്ള കൂട്ടുകാരെയൊക്കെ കാണുന്നതും. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച ചട്ടി ചൂടായിട്ടുണ്ട്. ആ മുളകിനെ ഒന്ന് നമുക്കിതിനെ വറുത്തെടുക്കാം. ഞെട്ടൊക്കെ കളഞ്ഞിട്ട് ഇട്ടിരിക്കുന്ന മുളകാണ്. ഒരു ഞെട്ടുണ്ട്, ആ ഞെട്ടിനെയും കൂടി ഞാൻ കിള്ളിയിട്ട് അതിൻ്റെ അകത്തോട്ട്. പണ്ട് ഇതൊക്കെ നമ്മൾ ഉരലിട്ടാണ് ഇടിച്ച് പൊടിച്ചൊക്കെ എടുക്കുന്നത്. നമുക്ക് ഉരലും ഒലക്കൊന്നും ഇല്ല. അത് കാരണം നമ്മളിപ്പോൾ എല്ലാം മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ടാണ് എല്ലാം നമ്മൾ പൊടിച്ച് കാണിക്കുന്നത്. പക്ഷേ പണ്ട് ഞങ്ങളിതൊക്കെ ഉരലിട്ട് വറുത്ത് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കൊണ്ടുചെന്ന് ഇട്ട് ഇടിച്ച് അമ്മമാർ അങ്ങോട്ട് ചോറിൻ്റെ കൂടെ ഒരേ ഉരുള ചോറും ഈ ഒരേ ചമ്മന്തിയൊക്കെ തൊട്ട് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റുകൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ചൂടായിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റി വെക്കാം. ഇത് ഏകദേശം വാടിയിട്ടുണ്ട്. അതിന് വേണ്ട ഉള്ളി കൂടി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇട്ട് മുപ്പിക്കുക. ചെറിയ ഉള്ളി എത്രയുണ്ട് അത്രയും ടേസ്റ്റാണ്. നമ്മുടെ ഈ ഉള്ളി മുളകും ഇടിച്ചതിനും ചതക്കുന്നതിനൊക്കെ നമുക്ക് ഈ ചെറിയ ഉള്ളി ഇട്ട് ചതച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാനായിട്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇത്തിരി കുടംപുളിയൊക്കെ വാളംപുളിയൊക്കെ അങ്ങോട്ട് ഇട്ട് ഉപ്പും പുളിയൊക്കെ ഇട്ട് ചാലിച്ച് അത് ഒരലിട്ട് ഇടിച്ച് നമ്മൾ എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ രുചിയൊക്കെ വരുന്നത്. അങ്ങനെ എടുക്കുന്ന ഒരു സാധനമാണ് ഇത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ചെയ്ത പരിപാടി എല്ലാം സിമ്പിൾ പരിപാടിയാണ്. നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ പോലും വേണ്ട. അതുള്ളിൽ നമുക്കിതിനെ എല്ലാത്തിനും റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ നോയമ്പ് കാലത്ത് ഞാൻ പുതിയ പുതിയ ഐറ്റങ്ങൾ കാണിക്കുവാണ് മക്കളെ. അപ്പം ഞാൻ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ
ആവശ്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞില്ല. എൻ്റെ ആവശ്യങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. അങ്ങനെ എല്ലാവരും ഇത് കാണട്ടെ. അപ്പോൾ എനിക്ക് സന്തോഷമാവും. അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ. ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇത് താഴത്തോട്ട് ഇറക്കി വെച്ച് അതൊക്കെ ഒന്ന് തണുക്കും. അടുത്തതായിട്ട് നമുക്ക് മുളക് ചമ്മന്തി അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജാർ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇതിൻ്റെ അകത്തോട്ടിടാം. ഒറ്റക്കറക്ക്. ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ പരുവം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയുടെ അകത്ത് വാട്ടിയ ഉള്ളി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള പുളി, നമ്മുടെ വാളംപുളി, നമ്മുടെ പിഴുപുളി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ പുളി നമുക്ക് ഒരു ചെറിയൊരു ഉണ്ട പുളി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടില്ലേ കൊടുക്കുക. പിന്നെ നമ്മളിതെല്ലാം എണ്ണയിൽ വറുത്തത് കണ്ട് ഒരുപാട് എണ്ണ വേണ്ട, ഒരു അല്പം എണ്ണ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാത്തിനും കൂടി നമുക്കൊന്ന് കൂടി നേരത്തെ കറക്കിയതുപോലെ അരച്ചെടുക്കാം മുളക് ചമ്മന്തി. നമ്മുടെ മുളക് ചമ്മന്തി നല്ല സൂപ്പറായിട്ട് അരച്ചിട്ടുണ്ട്. എല്ലാത്തിനും കൂടി നമുക്ക് ഈ മുളക് ചമ്മന്തിയും മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് ചോറ് തിന്നാനായിട്ട്. ഇത് പതുക്കെ ഒന്ന് കൈ കൊണ്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച്, ഞങ്ങൾ കല്ലിലിട്ട് അരക്കുമ്പോൾ ഇങ്ങനെ കല്ലെ വെച്ച് അരച്ച് കഴിയുമ്പോൾ ഇതൊരു ഉണ്ട പോലെ ഇങ്ങനെ ആക്കി ഇങ്ങനെ എടുക്കും. എല്ലാം കൂടി യോജിപ്പിച്ച് പഠിച്ചു കൂട്ടി ഇങ്ങനെ എടുത്ത് ഇത് മാത്രമായിട്ടും ചോറ് തിന്നിട്ടുണ്ട് കേട്ടോ. വേറെ കറികളൊന്നും ഇല്ലാഞ്ഞ സമയത്ത്, പണ്ടൊക്കെ ദാരിദ്ര്യമുള്ള സമയത്ത് ചിലപ്പോൾ കറികളൊന്നും കാണത്തില്ല, ചിലപ്പോൾ ഒരു മുളക് ചമ്മന്തി മാത്രമായിരിക്കും. ഇതും കൂട്ടി ഞങ്ങൾ ചോറ് തിന്നിട്ടുണ്ട്, വയർ നിറച്ച് ചോറ് തിന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇതേ ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കട്ടെ. എന്ത് രസം, നല്ല രുചി. എന്താ ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാനായിട്ട്. അപ്പോൾ അതും മമ്മി ഇവിടെ റെഡിയാക്കി വെച്ച്. ഇനി അടുത്തത് മമ്മി മുട്ട വറുക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ കൈ ഒന്ന് കഴിയക്കട്ടെ. 2 മുട്ട പൊട്ടിച്ച് ഞാൻ ഉള്ളിയും പച്ചമുളകും കരിയാപ്പലയും ഉപ്പും ഇട്ട് നല്ലപോലെ അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനൊന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും കൂടി നമുക്കൊന്ന് ചുറ്റിച്ച്, നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ മുട്ട വറുത്ത് കഴിഞ്ഞാൽ പഴയ കാലത്തെ രുചി കിട്ടത്തില്ല. പഴയ കാലത്തെ രുചിയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇതുപോലെയുള്ള ഇരുമ്പ് ചീനച്ചട്ടി, ഇങ്ങനെ ഇറ്റാലിയൻ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ. ഈ നോൺ സ്റ്റിക്ക് പാത്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലൊക്കെ വന്ന പാത്രമല്ലേ. പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്, മൊത്തം പഴയ കാലഘട്ടമാണ്. പഴയ കാലഘട്ടത്തിലോട്ട് ഇങ്ങനെ ചിന്തകൾ പഴയ കാലഘട്ടമാണ് ഇങ്ങനെ മൊത്തം കയറി പിടിച്ചിരിക്കുന്നത്. പഴയ ആളുകൾക്ക് പഴയ കാലഘട്ടമല്ലേ ഉള്ളൂ. നിങ്ങൾ പുതിയ തലമുറകൾ വരുമ്പോൾ പുതിയത് പറഞ്ഞു. ഞങ്ങൾക്കും പഴയ കാലഘട്ടം എന്ന് പറയാനേ എല്ലാവർക്കും പഴയത് പഴമ. അതെ, പഴമയാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പണ്ട് ഞങ്ങളുടെ അമ്മമാരൊക്കെ ഉണ്ടല്ല, എന്നൊക്കെ ഇഷ്ടംപോലെ കോഴീനെ വളർത്തുന്ന, ആടും കോഴിയില്ലാത്ത ഒരു വീടും കാണത്തില്ല. എന്നും ചിലപ്പോൾ മുട്ട വറുത്തതും ഒരു മുളക് ചമ്മന്തിയും അതൊക്കെ ഇങ്ങനെ ഉരുളിൻ്റെ അകത്തൊക്കെ ഇടിച്ച് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ ആ ചൂടോടെ ആ ചോറൊക്കെ തരുമ്പോൾ എന്ത് രസമാണ്. അടപ്പിലിട്ട് വെച്ച ചോറും കലവും നിവർത്തി എടുത്ത് ഒരു വീടിൻ്റെ കൂടെ, പണ്ട് കാലത്തുണ്ടല്ലോ മക്കളെ, ഒരു വീട് കാണും, ആ വീടിൻ്റെ കൂടെ ഒരു ചെറിയൊരു അടുക്കള കാണും. എത്ര ഒരു വലിയ 3-4 മുറിയുള്ള ഓലമേഞ്ഞ വീടാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു അടുക്കള ഉണ്ടാക്കും. ആ അടുക്കളയിൽ ചാണകം മെഴുകി ഒരടപ്പൊക്കെ കൂട്ടി. എടാ ഇതിപ്പോ കൂടെയല്ലേ അടുക്കള, ഈ വീടിനിപ്പോ കൂടെയല്ലേ അടുക്കള. പണ്ട് ഞങ്ങളുടെയൊക്കെ പ്രായത്തിലേ ഞങ്ങളുടെയൊക്കെ മാറ്റി ഒരു അടുക്കള ഉണ്ടാകും. ഞങ്ങളുടെ വീടിന്റെ കൂടെ അല്ലായിരിക്കും, അതിന്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു അടുക്കള ഉണ്ടാക്കും. അത് ഒരു ചെറിയൊരു അടുക്കള. ഇപ്പൊ കൂടാനൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കളിക്കാനും ടൂറിനൊക്കെ പോകുമ്പോൾ കാണത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു അടുക്കള ഉണ്ടാക്കും. എന്ത് രസമാണ്. വന്നിട്ട് ആ അടുക്കള മെഴുകി ചാണനൊക്കെ കല്ലൊക്കെ ഇടിച്ച് മറിച്ചിട്ട് വന്ന് നോക്കിക്കേ, കല്ലൊക്കെ ഇട്ട് ഇടിച്ച് ചാണനൊക്കെ മെഴുകി അതിൻ്റെ അകത്ത് ഇരുന്നാണ് അടപ്പ് കത്തിക്കുന്നത്. എന്നിട്ട് ഇരുന്ന അടപ്പൊക്കെ വെച്ച്
അമ്മച്ചി ഇരുന്നുണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പുറത്തിരിക്കും. അവിടെ ഫാനില്ല, ലൈറ്റില്ല, ഒന്നുമില്ല, മണ്ണെണ്ണ വിളക്കും. ഈ സന്തോഷങ്ങൾ മാത്രം അടങ്ങുന്നതാണ് ആ പഴയ കാലം എന്ന് പറയുന്നത്. എന്നും പഴയ കാലം പോലെ ഒരു പുതിയ കാലവും കിട്ടത്തില്ല. ഇപ്പൊ അതെ എന്തുവാ വീടിന്റെ കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമും ദേ ഓപ്പൺ കിച്ചൺ. പക്ഷെ ഇതൊന്നും ഒരു സന്തോഷമില്ലടാ. ഇല്ലേ, ഇതൊന്നും ഒരു സന്തോഷമില്ല. സന്തോഷം ഓരോരുത്തരും അടുക്കള ഉണ്ടാക്കിക്കൊള്ളാം. പണ്ട് അപ്പച്ചൻ ഉണ്ടാക്കിയതുപോലെ അടുക്കളയൊക്കെ ഉണ്ടാക്കി ആ താഴേക്ക് ഇരുന്ന്. ഇന്ന് താഴെ മടങ്ങത്തില്ലല്ലോ, ഇന്ന് കാല് മടങ്ങത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ മുട്ട വറുത്തതും റെഡിയായി. ഇതേ മുട്ട വറുത്തതും റെഡിയായി. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്, സ്റ്റൗ ഓഫ് ആക്കുവാണ്. അപ്പൊ മുട്ട വറുത്തതും റെഡി. മമ്മി ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എല്ലാം ഒന്നുകൂടി എടുക്കുന്നേ. പയർ തോരൻ, മോര് കാച്ചിയത്, മുട്ട വറുത്തത്, മുളക് ചുട്ടരച്ച ചമ്മന്തി. മുളകും ഉള്ളിയും ചുട്ടരച്ച പുളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വെണ്ണയൊക്കെ ഇട്ട് അതാ. ഇതിനേക്കാൾ എല്ലാം ടേസ്റ്റ് എനിക്കിതാ കൊതി വരുന്നു. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടി റയാന് ചോറ് കൊടുക്കാം. ആ നല്ല ചുമന്ന പുഞ്ചാരിയുടെ അങ്ങനെ റേഷനരിയാണ് റയാന് ഏറ്റവും ഇഷ്ടപ്പെട്ട അരി. ഞങ്ങൾക്ക് കുറച്ചേ കിട്ടത്തുള്ളെങ്കിലും ഞങ്ങൾ അത് മേടിച്ച് ഇന്ന് കുറേ നേരം ഇരുന്ന് പേറ്റിയിട്ടാണ് എനിക്ക് ഇത്ര അരിയുടെ ചോറ് എടുക്കാനായിട്ട് പറ്റിയത്. ഇല്ല, കുറച്ച് അരി ഉണ്ടാക്കാനായിട്ട് കുറേ പേറ്റി, അതിൻ്റെ അകത്ത് നിറച്ച് താവലായിരുന്നു. കുറേ സമയം ഇരുന്ന് പേറ്റിയിട്ടാണ് ഞാൻ ആ ചോറെടുത്തത്. ഇനി ഇവന് ഞാൻ ഒരേ കറികളും ഇതിൻ്റെ അകത്തോട്ട് വിളമ്പട്ടെ. പയർ തോരനെടുത്ത് വെച്ചു. പയർ തോരനെടുത്ത് വെച്ച് എനിക്ക് നീ പറഞ്ഞില്ലേടാ ഈ മോര് കാച്ചിയത് എങ്ങനെയാവുമെന്ന്. ഇത് കാണണ്ട, എന്ത് ഭംഗിയുടെ കാണാനായിട്ട്. അയ്യോ, നിന്നെ പോലെ ഒരു മകൻ. അയ്യോ, എന്ത് ചെയ്തേരായിരുന്നു. അങ്ങനെ മോര് കാച്ചിയതും ചോറിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് ഇവിടെ വെച്ചു. നമ്മുടെ മുളക് ചമ്മന്തിയൊക്കെ ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഒരു ഉണ്ട ചമ്മന്തി എടുത്ത് കൊടുക്കാം. ഒരു ഉണ്ട ചമ്മന്തി എടുത്ത് ഇവിടെ വെച്ച് മുട്ട വറുത്ത പകുതി എടുത്ത് മുട്ട വറുത്തത് എടുത്ത് അതും സൈഡിലോട്ട് വെച്ച് എല്ലാവരും സെറ്റാക്കി. സൂപ്പർ. അരമണിക്കൂർ കൊണ്ട് മമ്മി ഉണ്ടാക്കിയ കറിയാണ് ചെറുപയർ തോരൻ, മോര് കാച്ചിയത്, മുളക് ചമ്മന്തി, മുട്ട വറുത്തത്. സിമ്പിൾ പരിപാടി, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ നോയമ്പ് കാലത്തേക്ക് പെട്ടെന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട്, എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എല്ലാം റെഡിയാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് റയാൻ കഴിക്കുന്നത് കാണിക്കും. അതായത് ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ വെച്ച് കഴിച്ച് നോക്കണേ. എല്ലാവരും ഇങ്ങനെ വെക്കണം. എല്ലാവരും ഇതുപോലെ വെച്ചിട്ട് അത് കഴിച്ചിട്ട് എനിക്ക് കമൻറ്റ് തരണം. എൻ്റെ മുട്ടക്കറിയൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം സന്തോഷം. അപ്പൊ ഗൈസ്, ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ഊണാണെന്നെ. ചെറുപയർ തോരനും മോര് കാച്ചിയതും മുട്ട വറുത്തതും മുളക് ചമ്മന്തിയും. നോയമ്പിന് മുട്ട കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. ഞാൻ ശരിക്കും നോയമ്പല്ല. പിന്നെ നോയമ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. അടിപൊളി ഒരു ലഞ്ചായിരിക്കും. നോയമ്പുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി മോര്, മുളക് ഇച്ചിരി അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ച് പയർ തോരൻ, അതിൽ വെള്ളം വരുന്നത് ഗൈസ്. വറുത്തതും കൂടെ അങ്ങോട്ട് പച്ചമുളകൊക്കെ പറയുന്നുണ്ട്. ഒരു പിടി അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. കഴിക്കട്ടെ? കഴിച്ചോ. എന്താ പറയണ്ട, നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാം ഇഷ്ടപ്പെട്ട സാധനമാണ്. പയർ തോരൻ പ്രോട്ടീനാണ്, മുട്ട പ്രോട്ടീനാണ്, പിന്നെ റൈസും മുളക് ചമ്മന്തി മോര് ഹെൽത്തിന് നല്ലതാണ്. അങ്ങനെ എല്ലാവർക്കും ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്താമല്ലേ? നിർത്താം. ഓക്കെ ബൈ. ഓക്കെ ബൈ.